ദൈവനാമത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, പ്രോമിസ് ഓഫ് ദ ഡേ എന്ന പ്രഭാത ബൈബിൾ ധ്യാനത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും വളരെ പ്രാർത്ഥനയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതായിട്ടുള്ള ആലോചനകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ശക്തീകരണത്തിനും ഏറ്റവും പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം, നമ്മൾ എത്ര ജീവിതത്തിൽ തിരക്കുള്ളവരാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നവരായിരിക്കണം. അത് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതായിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. അവൻ അവരെ കൂട്ടിക്കൊണ്ട് ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് തനിച്ചു വാങ്ങിപ്പോയി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ഉം 10-ഉം അധ്യായങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. 9-ാം അധ്യായം യേശു തൻ്റെ ശിഷ്യന്മാരെ ഈരണ്ടായിട്ട് ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും അവർക്ക് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാനും അധികാരവും ശക്തിയും കൊടുത്ത് അയക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ, 10-ാം അധ്യായത്തിൽ 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്ത് അവർക്കും ഇതേ ശക്തിയും അധികാരം കൊടുത്ത് ദൈവരാജ്യം പ്രസംഗിക്കാനായിട്ട് അയക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു ക്രിസ്തു അയച്ചതായിട്ടുള്ള അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് അവരുടെ ജീവിതത്തിലൂടെ കർത്താവ് ചെയ്തതായ ദൈവപ്രവൃത്തികളെക്കുറിച്ച് യേശുവിനോട് മറുപടി പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് യേശു അവരെ കൂട്ടിക്കൊണ്ട് ബെത്സയിദ എന്ന സ്ഥലത്തേക്ക് പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ മർക്കോസ് സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 31-ാമത്തെ വാക്യം പഠിച്ചാൽ, വരുന്നവരും പോകുന്നവരും അധികം ആയതുകൊണ്ട് ശിഷ്യന്മാർക്ക് ഭക്ഷിക്കാൻ പോലും കഴിയാതെ വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ തിരക്കിൽ അവരായി തീർന്നപ്പോൾ ശുശ്രൂഷ വളർന്നു എന്നൊരു പക്ഷേ ഒരു ഭാഗത്ത് ചിന്തിക്കാൻ കഴിയുമായിരിക്കും. പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായി എന്ന് പറയാനായിട്ട് കഴിയുമായിരിക്കും. എന്നാൽ കർത്താവ് അവരെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ആത്മീക സത്യം, ശുശ്രൂഷകൾ എത്ര വലുതായാലും എത്ര പേരും പ്രശസ്തികളൊക്കെ ഉണ്ടായാലും ശരി, ആളുകൾ എത്രമാത്രം പുകഴ്ത്തുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്താലും ശരി, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരു ദൈവ പൈതൽ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് സംഭാഷിക്കുന്നുവെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീക വളർച്ച ഉണ്ടാക്കിയെടുക്കാനായി കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യേശു അവരെ കൂട്ടിക്കൊണ്ട് ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് തനിച്ചുപോയി എന്നാണ്. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിനോടൊപ്പം ഒറ്റയ്ക്കിരിക്കാനായിട്ട് നാം സമയം കണ്ടെത്തുമെങ്കിൽ ദൈവം നമുക്ക് വേദപുസ്തകത്തിലെ രഹസ്യങ്ങളെ കാണാൻ തക്കവണ്ണം നമ്മുടെ അകക്കണ്ണുകളെ ദൈവം തുറക്കും. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. വേദപുസ്തകത്തിനകത്ത് നിന്ന് 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഒന്ന്, യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആരാണ് ശക്തിയെ പുതുക്കുന്നതെന്നാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും എന്നാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്ക് കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ പറന്ന് ഉയരുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ ഹോശേയ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. നഷ്ടപ്പെട്ടു പോയ ഒലിവ് തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങൾക്കും ഞാൻ അവന് കൊടുക്കും എന്നാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ അവളെ അതായത് സഫയെ ദൈവം വശീകരിച്ച്
മരുഭൂമിയിൽ കൊണ്ടുചെല്ലും. മരുഭൂമി ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും ചുട്ടുപൊള്ളുന്നതായിട്ടുള്ള ഉഷ്ണക്കാറ്റിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ്. അങ്ങനെ ദൈവം ചില സന്ദർഭങ്ങളിൽ നമ്മളെ ഒറ്റയ്ക്കാക്കി തീർക്കുന്നത്, നമ്മെ ദൈവം ഒറ്റയ്ക്ക് കൊണ്ടുവരുന്നത്, കർത്താവിനു നമ്മോട് ചിലത് സംസാരിക്കാൻ, അതും വളരെ ഹൃദ്യമായി സ്നേഹത്തോടെ ആർദ്രതയോടെ നമ്മളോട് ചിലത് പറയാനായി വേണ്ടിയിട്ടാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാൻ, കർത്താവിന് പറയുന്നത് കേൾക്കാൻ കഴിയാതെ വരുമ്പോഴാണ് കർത്താവ് നമ്മളെ മരുഭൂമിയുടെ അനുഭവങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതും ദൈവം നമ്മളോട് ഹൃദ്യമായിട്ട് അവിടെ വെച്ച് ഇടപെടുന്നതും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് ചിലത് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. ദൈവത്തിന് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. ഹൃദയ രഹസ്യം, ദൈവത്തിൻ്റെ ഹൃദയ രഹസ്യവും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളും കേൾക്കാനായി നമ്മളെപ്പോഴെങ്കിലും താല്പര്യം കാണിച്ചിട്ടുണ്ടോ? ഇന്ന് കർത്താവ് നമ്മളെ അതിനായി ക്ഷണിക്കുകയാണ്. കർത്താവ് നമ്മളെ ഒറ്റയ്ക്ക് അവൻ്റെ പാദപീഠത്തിൽ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഇരുത്തി അവന് ചിലത് നമ്മളോട് സംസാരിക്കാനുണ്ട്. അത് കേൾക്കാൻ ഇന്നത്തെ ദിവസം നമുക്ക് കാതോർക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, സർവശക്തനായ കർത്താവേ, അവിടുന്ന് എത്ര ആർദ്രതയോടുകൂടി ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവമേ, പലപ്പോഴും ഞങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോയെന്ന കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്നിതാ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കേൾപ്പിച്ച ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളത് ഏറ്റെടുക്കാൻ, വിശ്വാസത്തിൽ ബലപ്പെടാൻ ദൈവമേ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന ഒരു ദിവസമായി മാറട്ടെ. അടിയനേശുവിൻ നാമത്തിൽ നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ജയനച്ചൻ.